ഈ കളി എനിക്ക് മടുത്തു. എന്റെ മുന്നിൽ നിന്ന് മാറണം. നീ എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നത്? അതെനിക്ക് ആയിക്കോടെ. അങ്ങനെ ചോദിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? നീ ആദ്യം എന്നെ ടീമിൽ നിന്ന് പുറത്താക്കി, പിന്നെ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചു. അത് പോരെ നിനക്ക്? നമ്മൾ രണ്ടുപേരും ഇനി ഫ്രണ്ട്സേ അല്ല. നീ ജുമാഞ്ചിയിൽ വന്ന് പെട്ടതുകൊണ്ട് എന്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്നാണോ പറയുന്നത്? ഇതെല്ലാം എന്റെ കുറ്റം കൊണ്ടാണെന്നാണോ? ഞാൻ അധികം ചില്ലല്ലാത്തത് കൊണ്ട് നിനക്ക് എന്റെ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമല്ല. അതുകൊണ്ട് നീ എന്റെ കൂടെ എവിടേക്കും വരാറുമില്ല. പക്ഷെ ഹോംവർക്കിന്റെ സമയമാകുമ്പോ നിനക്ക് എന്നെ തന്നെ വേണമല്ലേ? പഠിത്തത്തിന്റെ കാര്യത്തിൽ നിനക്കൊരു കുന്തു അറിയില്ലെന്ന് എനിക്കറിയാം. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? നിനക്കറിയാലോ, നീ വിചാരിക്കുന്ന പോലെ ഞാനൊരു മണ്ടനല്ല. ഞാൻ നിന്നോട് ഒരു കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നിന്നോട് എന്റെ ഹോംവർക്ക് ചെയ്തുതരാൻ മാത്രം. അല്ലെങ്കിൽ ടീമിൽ നിന്ന് പുറത്താക്കുന്നു പറഞ്ഞു. ഇപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. എല്ലാം നീ കാരണം. നീ എന്ത് ഈ വാ തുറക്കാതെ മിണ്ടാതിരിക്കുന്നത്? നിന്നോട് ആര് സംസാരിക്കാനാ? നീ എന്താ പറഞ്ഞേ? ഓ ഓക്കെ, അങ്ങനെയായിരുന്നില്ല അപ്പൊ കാര്യങ്ങള്. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. നിന്റെ 6 അടി പൊക്കവും പാറ്റണ്ടാൻ പോലത്തെ ശരീരം കണ്ട് ഞാൻ നിന്നെ പേടിക്കണമെന്നാണോ? ആണോടാ? പേടിക്കേണ്ടി വരും. ഞാനൊരു കാര്യം പറയാം. നിനക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. നീ ഇപ്പോഴും വെറും ആ 7ാം ക്ലാസ്സിലും പയ്യൻ തന്നെയാ. ഒരു മാറ്റം വന്നിട്ടില്ല. ഇത്രയും വലിയ ശരീരം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. നിന്നെ ഞാൻ മരത്തലേ നീ അവനെ കൊന്നളഞ്ഞോ? ഫ്രിഡ്ജ് നീ എന്തായി കാണിക്കുന്നേ? ഒന്ന് ചുമ്മാതിരിക്കേ. അവനിപ്പോ തിരിച്ചു വരും. ഇനി മേലാൽ എന്നെ അങ്ങനെ വിളിക്കരുത്. എന്റെ ദേഹത്ത് തൊടരുത്. എന്നാ നീ എന്ത് ചെയ്യും സ്പെൻസർ? ഞാൻ എന്താ ചെയ്യാന്ന് കാണിച്ചു തരാം. ഇവരെ തല്ലിയല്ലേ? നീ എന്നെ തല്ലിയല്ലേ? ഫ്രിഡ്ജ് വേണ്ട. ശരിയാക്കി തരാ. ഓ, നിന്നെ ഞാനിന്ന് നിർത്ത്. ലൈഫ് ഇങ്ങനെ വേസ്റ്റ് ആക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിവിടെ ഒരുമിച്ച് നിന്ന് ജയിക്കണം. ഇപ്പൊ തന്നെ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞേ. നമുക്ക് ഒരുമിച്ച് നിന്ന് ജയിക്കണം. നിന്റെ ആ സ്മോൾഡർ ലുക്ക് നീ വരുത്തിക്കുന്നതാണോ അത് തന്നെ വന്നു പോകുന്നതാണോ? അതറിയാതെ സംഭവിച്ചു പോകുന്നതാ.